തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ പ്രതി സുകാന്ത് സുരേഷിന് മുൻകൂർ ജാമ്യമില്ല. ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് വിവരങ്ങളുമായി ചേരും. ശ്രീകാന്ത്, ഇദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയെന്നാണോ നമുക്ക് ലഭിക്കുന്ന വിവരം? ഈ ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിന്, ആത്മഹത്യക്ക് കാരണക്കാരനായ അങ്ങനെ പോലീസ് ആരോപണം ഉന്നയിക്കുന്ന സുകാന്ത് സുരേഷ്, ഈ കേസിലെ പ്രതി, ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. അല്പസമയം മുമ്പാണ് ഹൈക്കോടതി ഈ കേസ് പരിഗണനയ്ക്കെടുത്തത്. ഉടൻ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്നും ചില പരാമർശങ്ങൾ വരികയും ചെയ്തു. ഇയാൾ കൂടുതൽ പെൺകുട്ടികളെ ഈ രീതിയിൽ ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് കോടതി പറയുകയുണ്ടായി. മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത് എന്നും കോടതി ഇപ്പോൾ ഈ ഉത്തരവിടും മുമ്പ് പറയുകയും ചെയ്തിട്ടുണ്ട്. വാക്കാൽ പരാമർശം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, മാധ്യമങ്ങളിലൂടെ ഈ പോലീസിന്റെ കേസ് ഡയറിയുടെ ചില ഭാഗങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അതെങ്ങനെ പുറത്തുപോയി എന്നതിൽ അന്വേഷണം വേണം എന്നുകൂടി ഇപ്പോൾ കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോടതിയുടെ രണ്ട് വാക്കാലുള്ള പരാമർശങ്ങളാണ്. അതായത് ഇയാൾ മുൻപും മറ്റു പല പെൺകുട്ടികളെയും ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു പരാമർശം കോടതി നടത്തി. മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത് എന്നും കോടതി പരാമർശം നടത്തുന്നു. ഈ ഘട്ടത്തിൽ ജാമ്യം നൽകാൻ സാധിക്കില്ല എന്നാണ് കോടതി പറയുന്നത്. അതായത് സുകാന്ത് സുരേഷിന് മുന്നിൽ കീഴടങ്ങുക എന്നുള്ള പോംവഴി മാത്രമാണ് തെളിയുന്നത്. അല്ലെങ്കിൽ അയാൾക്ക് സുപ്രീം കോടതിയിലേക്ക് പോകാം. ഇപ്പോൾ അയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ശ്രീകാന്ത് നമ്മളുമായി പങ്കുവച്ചത്. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥരുടെ മരണത്തിലെ പ്രതി സുകാന്ത് സുരേഷിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. മാത്രമല്ല, ഇത് ഈ കേസിൻ്റെ ദുരൂഹതയിലും കോടതിക്ക് ചില വിശ്വാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്.